സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 9ന്റെ SS-ലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്, അതായത് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല രാഷ്ട്രങ്ങളും ആശയങ്ങളെയും പറ്റിയാണ്. അപ്പോൾ BC 6-ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു 6-ാം നൂറ്റാണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളും പുതിയ തരത്തിലുള്ള ചിന്തകളും ആശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലാണെങ്കിൽ വർത്തമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിലാണെങ്കിലോ സരതുഷ്ട്ര, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീക്കിൽ ഹെറാക്ലിറ്റസ്. അപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്ത് അവരുടെ പുതിയ ആശയങ്ങളൊക്കെ ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ പ്രചരിപ്പിച്ച കാലഘട്ടമായിരുന്നു 6-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. കൂടാതെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത്തരത്തിൽ 6-ാം നൂറ്റാണ്ടിൽ വന്ന മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഐഡിയോളജിക്കൽ റെവല്യൂഷൻ ഇൻ ദ ഗംഗ ബേസൺ, അതായത് ഗംഗാ തടത്തിലെ ആശയ വിപ്ലവം. ഞാൻ ഓൾറെഡി പറഞ്ഞു, BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എന്ത് ചെയ്തു, പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടു. അപ്പൊ ഈ ഒരു ആശയങ്ങൾ പ്രധാനമായും രൂപം കൊണ്ടത് ഗംഗാ തടത്തിലായിരുന്നു. അപ്പൊ പുതിയ ഐഡിയാസ്, അതായത് നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാ തടത്തിലെ മെറ്റീരിയൽ കണ്ടീഷൻ, അതായത് ഭൗതിക സാഹചര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. അപ്പോൾ ഈ ഒരു ഭൗതിക സാഹചര്യം, മെറ്റീരിയൽ കണ്ടീഷനെ രൂപപ്പെടുത്തിയത് ചുവടെ പറയുന്ന ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, അതായത് ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം. രണ്ടാമത്തത് കാർഷിക ഉൽപാദന വർധനവ്, ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. മൂന്നാമത്തത് കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. ആദ്യകാല ഇരുമ്പ് ഉപകരണങ്ങളുടെ ചിത്രമാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 6-ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ തടത്തിൽ കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ, അതായത് ന്യൂ സോഷ്യോ എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്തു, ഉയർന്നു വന്നു. പക്ഷെ ഇത് യാഗങ്ങൾക്കും മൃഗബലികൾക്കും പ്രാമുഖ്യം നൽകിയ വേദകാല ആചാരമായി പൊരുത്തപ്പെടാത്തതായി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. വേദകാലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു, അവര് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് യാഗങ്ങൾക്കും പിന്നെ ആനിമൽ സാക്രിഫൈസ്, മൃഗങ്ങളെ ബലി കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, കൃഷിയും കന്നുകാലി വളർത്തലിനെ. അപ്പോൾ തുടരെയുള്ള ഈ ഒരു യാഗങ്ങളും അതിന്റെ കൂടെയുള്ള കന്നുകാലികൾ ബലി കൊടുക്കുന്നത് വ്യാപകമായി എന്ത് ചെയ്തു, ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ജനങ്ങളെ എന്ത് ചെയ്തു, ബാധിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഇത് വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി. അതായത് വേദകാലങ്ങളെ കുറിച്ച് ശരിയാണോ തെറ്റാണോ എന്നൊരു ചിന്ത ഉയർന്നു വരാനായിട്ട് എന്ത് ചെയ്തു, ആരംഭിച്ചു. വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഒരു മെറ്റീരിയൽ പ്രോഗ്രസ്, ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ എന്ത് ചെയ്തു, അവർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ചു. കൂടാതെ ഭരണവ്യവസ്ഥയ്ക്ക് പുറത്തും ചില വിഭാഗങ്ങൾ ഈ ഒരു കാലഘട്ടം ഉയർന്നു വന്നു. അവരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ധനാഢ്യരായ ഗൃഹപതികൾ. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കച്ചവടമായിരുന്നു. കൂടാതെ ഇവരുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന ശ്രേണി നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം എന്ത് ചെയ്തു, നേടി. അതായത് അവർക്ക് പണമുണ്ട്, അതുപോലെ ഭൂമി കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നേടാൻ ഇവർക്ക് കഴിഞ്ഞു. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇത്തരം ആശയധാരകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉയർന്നു വന്ന ആശയങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യർ ഗൃഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണയും എന്ത് ചെയ്തു, ഈ ആശയങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിച്ചു. ഹിംസ, സത്യം, ലളിതമായ ജീവിതം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുരാതന ഇന്ത്യൻ മതമാണ് ജൈനമതം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണെന്ന്. ജൈനമതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് വർത്തമാന മഹാവീരൻ. ജൈനമത വിശ്വാസ പ്രകാരം 24ാമത്തെയും അവസാനത്തെയും തീർത്ഥാങ്കരനാണ് മഹാവീരൻ. ഇദ്ദേഹം ജനിച്ചത് വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ്.
ഇനി എന്താണ് തൃത്താങ്കരൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തൃത്താങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തൃത്താങ്കരന്മാരുണ്ട്. അതിൽ ഋഷഭദേവനാണ് ഒന്നാമത്തെ തൃത്താങ്കരൻ. 23ാമത്തെ തൃത്താങ്കരൻ എന്ന് പറയുന്നത് പാർശ്വനാഥാണ്. മഹാവീരൻ 24ാമത്തെയും അവസാനത്തെയും തൃത്താങ്കരനാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ലഭിച്ചു? ജൈനമതം മഹാവീരന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ജനങ്ങളിലേക്ക് വ്യാപകമായി വ്യാപിപ്പിക്കുക, ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുകയും ചെയ്തത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മഹാവീരന് ജൈനമതത്തിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇവിടെ വർത്തമാന മഹാവീരനെ കുറിച്ച് ചില പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. വൈശാലിയിൽ ജനനം. മഹാവീരൻ എന്നും ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. പാവ എന്ന സ്ഥലത്ത് വെച്ച് നിർവ്വാണം പ്രാപിച്ചു. എന്താണ് നിർവ്വാണം? നിർവ്വാണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മരണം എന്നല്ല, അതിലുപരി അതൊരു ആത്മീയ മോക്ഷത്തിന്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നിർവ്വാണം എന്നത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന അവസ്ഥയാണ്. ജൈനമതത്തിലും കൂടാതെ ബുദ്ധമതത്തിലും ജീവിതത്തിന്റെ പരമ ലക്ഷ്യമായി എന്തിനെ കാണും? നിർവ്വാണത്തെ കാണും. ഒരു ആത്മീയ മോക്ഷമാണിതെന്ന് പറയും നിർവ്വാണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വർത്തമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ച എവിടെ വെച്ചാണ്? പാവ എന്ന സ്ഥലത്ത് വെച്ചാണ്. പ്രധാനപ്പെട്ട ജൈനമത ആശയങ്ങൾ. ജൈനമതം എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് നൽകിയത്? ആദ്യത്തേത്, ജൈനമതത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കുക, അത് ജൈനമതത്തിന് എതിരാണ്. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജൈനമതം പൂർണ്ണമായും വിശ്വസിച്ചു. മഹാവീരൻ വേദങ്ങളുടെ വേദിക് റിച്വൽസിനെ തള്ളിപ്പറയും. കൂടാതെ അദ്ദേഹം മോക്ഷപ്രാപ്തിക്ക് 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഈ 3 തത്വങ്ങളും അറിയപ്പെടുന്ന പേര് ത്രിരത്നാസ് എന്നാണ്. ത്രിരത്നങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ വിശ്വാസം, റൈറ്റ് ബിലീഫ്; ശരിയായ അറിവ്, റൈറ്റ് നോളജ്; ശരിയായ പ്രവൃത്തി, റൈറ്റ് ആക്ഷൻസ്. കൂടാതെ തന്നെ മഹാവീരൻ തന്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത് പ്രാകൃത് ഭാഷകളിലാണ്. ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 5 വ്രതങ്ങൾ? ഒന്നിനെയും കൊല്ലരുത്, ഡോണ്ട് കിൽ എനിത്തിങ്; മോഷ്ടിക്കരുത്, ഡോണ്ട് സ്റ്റീൽ; കള്ളം പറയരുത്, ഡോണ്ട് ലൈ; ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, പ്രാക്ടീസ് സെലിബസി; ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. കൂടാതെ ജൈനമതം പിൽക്കാലത്ത് 2 വിഭാഗങ്ങളായി രൂപപ്പെട്ടു: ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ. ജൈനമതം ഊന്നൽ നൽകിയ പ്രധാനപ്പെട്ട തത്വമാണ് അഹിംസ. ഈ ഒരു തത്വം ഇന്ത്യൻ തത്വചിന്തയെയും വളരെയധികം സ്വാധീനിച്ചു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരണത്തിലുണ്ടായിരുന്നു. വയനാട് കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമായിരുന്നു. ജൈനമത ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട്ടിലെ ഈ ജൈനമത ക്ഷേത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.